എല്ലാവരെ പോലെ ഞങ്ങളും പച്ചക്കറിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിരുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായി തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ സ്വാദിലുള്ള വ്യത്യാസം സത്യമായിട്ടും മനസ്സിലാവണേ. അപ്പം ഇവിടെ മക്കളായാലും ഞങ്ങളായാലും പച്ചക്കറി ഡയറക്റ്റ് പൊട്ടിച്ച് തിന്നവരെ ചെയ്യും. അപ്പം അത്രയ്ക്കും വിഷരഹിതമായ പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ആകെ ഒരു വളം മാത്രമാണ് പച്ചക്കറികൾക്ക് കൊടുക്കുന്നത്, വേറെ ഒന്നും കൊടുക്കണില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കുറേ സ്ഥലമൊന്നും ഇല്ല, ഒരു 4.5 സെൻറ്റ് സ്ഥലമാണുള്ളത്. അപ്പം അതിൽ കിട്ടിയപ്പോൾ അതിലും കുറവാണ് ഞങ്ങൾക്ക് സ്ഥലമുള്ളത്. അപ്പം ഇതിൽ പച്ചവെണ്ട, അതേപോലെ ചുവപ്പ് വെണ്ട എല്ലാവർക്കും വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ വഴുതനങ്ങ, ഹൈബ്രിഡ് കാന്താരി, അതേപോലെ നീല കാന്താരി, അങ്ങനത്തെയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പച്ചമുളകുകൾ. അതുപോലെ കുറ്റിയമര വേഗം ഉണ്ടാവുന്നുണ്ട് കേട്ടോ, വളരെ പടർന്ന് ഇങ്ങനെ പന്തലിക്കണില്ല. ഇത് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ കുറച്ച് എല്ലാ ചെടികളും, അതേപോലെ തന്നെ നമ്മുടെ കടലാസ് പൂവില്ലേ, പീച്ച് കളർ ഇട്ട കുറേ വട്ടമായിട്ട് ഞാൻ നട്ടിട്ട് പിടിക്കാതെ പെട്ടാമത്തെ ഇങ്ങോട്ട് കൊമ്പ് കൊണ്ടുവന്ന് നട്ടിട്ടാണ് അത് പിടിച്ചത്. നല്ല ഭംഗിയാണ് കേട്ടോ ഉണ്ടായി നിൽക്കണ കാണാൻ. പിന്നെ ഡാലിയ ഉണ്ട്, അതേപോലെ ബുഷ് ഓറഞ്ച് ഉണ്ട്, നിറച്ച് ഓറഞ്ചുകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് കുട്ടികൾക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ, തൊലിയൊന്നും പൊളിക്കാണ്ട് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ബുഷ് ഓറഞ്ച്. വലുപ്പത്തിലൊന്നും ഉണ്ടാവില്ല. ഇത് മെലസ്റ്റോമയാണ് കേട്ടോ. മെലസ്റ്റോമ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടമാവും, നല്ല രസമാണ് കേട്ടോ. ഒരു ഹാപ്പിനെസ് തരുന്ന ചെടിയാണ് മെലസ്റ്റോമ. നിറയെ പൂവുണ്ടാവും. ഒരു 2-3 ദിവസം, കുറച്ച് ദിവസം അധികം നമുക്ക് നിൽക്കുന്നത് കാണാം. എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു പൂച്ചെടിയാണ് കേട്ടോ മെലസ്റ്റോമ. കാണാൻ നല്ല ഭംഗിയാണല്ലേ, നല്ല രസമുള്ള പൂക്കളാണ്. പിന്നെ ഇത് പ്ലേസ് ടെസ്റ്റായിട്ട് നേഴ്സറികളിൽ ഇങ്ങനെ എനിക്ക് ആവശ്യമുള്ള ചെടികൾ ഞാനിങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഈ ചെറിയൊരു ജമന്തി ചെടി കണ്ടത് കേട്ടോ. ഇത് വെരിഗേറ്റഡ് ഇനത്തിൽ പെട്ടതല്ല, ഹൈബ്രിഡാണെന്നാണ് പറഞ്ഞത്. ഹൈബ്രിഡായിട്ടുള്ള ജമന്തി. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഊട്ടിപ്പൂവിൻ്റെ ഒക്കെ പോലെ തോന്നി പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത് ഊട്ടിപ്പൂവല്ല, ജമന്തിയാണ് കേട്ടോ. നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. നമുക്ക് അകത്തൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലസന്റ് മൂഡ് തരുന്നതാണ് കേട്ടോ. ഇതിനത്ര റേറ്റൊന്നും നമുക്ക് വന്നിട്ടില്ല. പച്ചക്കാന്താരി കുറേ വട്ടം ഞാൻ നട്ടു, പക്ഷെ ഒന്നും തന്നെ ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞാൻ നഴ്സറിയിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് ഈ ഹൈബ്രിഡ് വൈറ്റ് കാന്താരി. ഇത് അത്യാവശ്യം എരിവുണ്ടാവുള്ളൂ, എന്നാലും നമുക്ക് കറികളിൽ ഇടാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ ഓർണമെൻ്റൽ ചെടിയായിട്ട് ഇത് വളർത്താൻ നല്ല ഭംഗിയാണ്. ഇത് മീറ്റർ പയറാണ് കേട്ടോ. നല്ല നീട്ടത്തിലാണ്, നല്ല സ്വാദുമാണ്. അധികം മൂക്കാനായിട്ട് അനുവദിക്കാതെ ഇരുന്നാൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മോൻ്റെ എത്ര നീളം ശരിക്കും മീറ്റർ പയറിനുണ്ട്. നമുക്കൊരു ചെറിയ കുടുംബത്തിനനുസരിച്ച് ഒരു 5 അല്ലെങ്കിൽ വലിയ കുടുംബത്തിനനുസരിച്ച് 10 മീറ്റർ പയർ എടുത്താൽ തന്നെ നമുക്കൊരു കറി വെക്കാനുള്ളതായി കിട്ടും കേട്ടോ. നല്ല സ്വാദാണ് കേട്ടോ. കുറേ ഇങ്ങനെ കാട് പോലെ പടരില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് കാഫലം ലഭിക്കുന്ന ഒരു പയറാണ് മീറ്റർ പയർ. ഇതിൽ വേറെ നിറങ്ങളുണ്ട് കേട്ടോ. ഇത് പച്ച കളറിലുള്ള മുളകാണ് കേട്ടോ, പേരറിയത്തില്ല. ഇപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കുള്ള എല്ലാ സ്ഥലത്തും ഞാൻ പച്ചക്കറി വെച്ചേക്കാണ്. അത് നട്ട് അതിലൊരു ഇല വന്ന് പൂവെന്നുണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഇതിങ്ങനെ കൊല കുത്തി ഉണ്ടാവണ പച്ചമുളകാണ് കേട്ടോ. ഇത് സീഡ്ലെസ് നാരകമാണ്, നിറയെ ഉണ്ടാവും. നമുക്കിത് പിഴിഞ്ഞ് കഴിക്കാനായിട്ട് പറ്റില്ല, അതിന് പകരം ജ്യൂസ് അടിച്ച് കുടിക്കാം. മുസമ്പി പോലെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ, അച്ചാറിടാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ലെയറിങ് ചെയ്ത് വെച്ചേക്കാണിത്. തൈകൾ ആവശ്യമുള്ളവർക്ക് ഇതേപോലെ ലെയറിങ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ. കൃഷി ചെയ്യാൻ വളരെ സ്ഥലമൊന്നും വേണ്ട. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ